മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയെ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ വസതിയിലെത്തി എ.കെ. ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആർ.ബി. സനോബ ചേരുന്നുണ്ട്. സനോബ, ഏകദേശം 5 മിനിറ്റോളമാകുന്നു ആ കൂടിക്കാഴ്ച. നന്ദി പ്രകടനമായും കൂടിക്കാഴ്ചയായും അനുഗ്രഹം തേടലായും പിന്തുണ തേടലായും ഒക്കെ നമുക്കതിനെ കാണാകുന്നതാണ്. അതെ, ആദ്യത്തെ വാക്കെന്തായാലും നന്ദി പ്രകടനം എന്ന് തന്നെ നമുക്ക് പറയാം. അതിനുശേഷമായിരിക്കും അനുഗ്രഹവും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അതിനോടൊപ്പം ഇത്രയും ദിവസം, ഈ ഒരു 11 ദിവസം ഈ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി എടുത്ത ആ ഒരു സമയദൈർഘ്യം, അതിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ, തീർച്ചയായിട്ടും അക്കാര്യങ്ങളടക്കം അവർ വിശദമായിട്ട് തന്നെ ഈ ഒരു ചെറിയ കൂടിക്കാഴ്ചകൾ സംസാരിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിയുന്നത്. കാരണം ചെറിയ ഒരു ശ്രമമല്ല ഈ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് വി.ഡി. സതീശനെ എത്താൻ വേണ്ടി എടുത്ത ആ ഒരു ശ്രമം എന്നുള്ളത്. കാരണം വളരെയധികം ബുദ്ധിമുട്ടി 3 പേർ ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്നു. ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന് തിളങ്ങി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പോരാളിയായിട്ട് മുന്നിലുണ്ടായിരുന്നു. മറ്റൊരാൾ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. വേറൊരാൾ എ.ഐ.സി.സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി. അപ്പൊ അങ്ങനെ വലിയ പദവി ഇരിക്കുന്ന 3 പേരും ഒരേപോലെ ഈ കസേരയ്ക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒരാൾക്ക് അനുകൂലമായിട്ട് ആ ഒരു തീരുമാനം വന്നതിലെ നിർണായക ഘടകമായി മാറിയിട്ടത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള എ.കെ. ആന്റണിയുടെ ഇടപെടൽ തന്നെയായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഇടപെടൽ അദ്ദേഹം ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വെറും എം.എൽ.എമാരുടെ വികാരമോ അല്ലെങ്കിൽ എം.പിമാരുടെ വികാരമോ നേതാക്കളുടെ വികാരമോ മാത്രം നോക്കിയാൽ പോരാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ജനങ്ങളുടെ വികാരമാണ്. നമ്മുടെ മുമ്പിൽ ഒരു കാര്യമുണ്ട്. അത് ഈ CPM 3ാം ഭരണത്തിലേക്ക് പോകേണ്ട LDF താഴെ ഇറങ്ങാൻ വേണ്ട പ്രധാനപ്പെട്ട കാരണം ജനം എതിരായി എന്നുള്ള കാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ ആ ജനവികാരം മാനിക്കാതെ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്ത പോലെ എം.എൽ.എമാരുടെ അഭിപ്രായം കേട്ട് മാത്രം തീരുമാനമെടുത്താൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യും, കേരളത്തിന് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഹൈക്കമാൻഡിനെ അറിയിച്ചത് മുതിർന്ന നേതാവായിട്ടുള്ള എ.കെ. ആന്റണി തന്നെയാണ്. ആ നിലപാട്, അദ്ദേഹം എടുത്ത നിലപാട് കൃത്യമായിട്ട് ഹൈക്കമാൻഡിന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള നറുക്ക് വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണവും അക്കാര്യങ്ങളൊക്കെ അടക്കം ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം എടുത്ത നിലപാടിന് വി.ഡി. സതീശൻ നന്ദിയായിരിക്കും. ഒപ്പം ഈ 5 വർഷം ആണോ ഭരിക്കുന്നത്, ടേം വ്യവസ്ഥയെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 5 വർഷം നമുക്ക് ഇപ്പോൾ പറയാം. അതുകൊണ്ട് ആ 5 വർഷവും തനിക്ക് കൃത്യമായിട്ട് ഭരിക്കാൻ വേണ്ട ഒരു അനുഗ്രഹം കൂടി തേടിയ ശേഷമായിരിക്കും നേരെ അദ്ദേഹം നിയമസഭയിലുള്ള 5E എന്ന മുറിയിൽ അവിടെ പോയി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. അതിനു മുന്നേ ആദ്യം KPCCയിൽ വരുന്നു. അതിനുശേഷമാണ് നേരെ എ.കെ. ആന്റണി കാണാൻ വേണ്ടി വരുന്നത്. അദ്ദേഹത്തിനോടൊപ്പം നിയുക്ത MLA-മാരായിട്ടുള്ള M. ലിജു, VT ബൽറാം, മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവരുണ്ടായിരുന്നു. കൊടുക്കുന്ന സുരേഷ് MP ഉണ്ടായിരുന്നു. അവരെല്ലാം പുറത്തു നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർ മാത്രമായിട്ട് എ.കെ. ആന്റണിയും വി.ഡി. സതീശനും മാത്രമായിട്ട് ചർച്ച നടത്തുന്നത്. എന്തായാലും നന്ദി പ്രകടനവും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ തന്നെ ആ ഒരു ചെറിയ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാവില്ല. ആ കൂടിക്കാഴ്ച ഇപ്പോഴും ഇവിടെ എ.കെ. ആന്റണിയുടെ വീട്ടിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ വലുതായിരുന്നു. നിർണായക ഘട്ടത്തിൽ തന്നെയായിരുന്നു എ.കെ. ആന്റണിയുടെ ആ ഇടപെടൽ. വി.ഡി. സതീശന് വലിയ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുത്തിയത് ഒരുപക്ഷെ എ.കെ. ആന്റണി തന്നെയാകാം. VM സുധീറിന്റെ ഇടപെടൽ നിർണായകമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സോണിയാഗാന്ധിയെ ഇരുത്തി ചിന്തിപ്പിച്ചത്, സോണിയാഗാന്ധിയുടെ എക്കാലത്തെയും വിശ്വസ്തനാണ്. കേരളത്തിൽ എന്ത് സംഭവിച്ചാലും ആദ്യം ഒരു കോള് തേടിയെത്തുന്നത് സോണിയാഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അത് എ.കെ. ആന്റണിക്കായിരിക്കും. എ.കെ. ആന്റണി പറഞ്ഞാൽ അതെന്തും വിശ്വാസത്തിലെടുക്കുന്ന നിലയാണ് ഇതുവരെയും സോണിയാഗാന്ധി സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് വി.ഡി. സതീശന് വേണ്ടി വലിയൊരു രക്ഷാപ്രവർത്തനം നടത്തിയ ആളെന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ എ.കെ. ആന്റണിയുടെ ഒരു പരിവേഷം. അതെ, വിസ്മയ കസേരയിലേക്ക് രക്ഷാപ്രവർത്തനത്തിലൂടെ തന്നെ അവരോധിച്ച എ.കെ. ആന്റണി എന്ന് തന്നെ നമുക്ക് പറയാം. എ.കെ. ആന്റണിയുടെ ആ ഇടപെടൽ. അപ്പൊ അതുകൊണ്ട് എന്തായാലും വിശദമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ചെറിയൊരു കൂടി കണ്ടുമടങ്ങുന്ന ഒരു പ്രവണതയല്ല, പകരം വിശദമായിട്ട് മുറിയടച്ചിരുന്ന് 2 പേരും മാത്രമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് ആ കൂടിക്കാഴ്ച എത്തിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ വെറും ഒരു അനുഗ്രഹം തേടി പോവുക വേണ്ടി മാത്രമായിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും MLA-മാരെയും ഒപ്പമുണ്ടായിരുന്ന MP ഒക്കെ തന്നെ അതിനകത്ത് വിളിച്ചിരുത്തി സംസാരിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ചർച്ചയിലേക്ക് പോയില്ല. പകരം നമ്മൾ 2 പേരും മാത്രം ചർച്ച നടത്തിയാൽ മതി, നമ്മുടെ കൂടിക്കാഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൂടെ വന്നവരെയൊക്കെ തന്നെ പുറത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ അവർ മാത്രമായിട്ട് ചർച്ച നടത്തുന്നത്. അപ്പൊ അതിൽ എന്തായാലും ഒരു സംശയവുമില്ല, വിശദമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെ പോകുന്നു. ഇതുവരെയുള്ള ഈ 11 ദിവസമുണ്ടായ സംഭവവികാസങ്ങൾ ചർച്ചയ്ക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കൂടുതൽ വാക്കുകളും ഒരുപക്ഷെ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കൂടുതൽ വാക്കുകളും അത് നന്ദി എന്ന വാക്ക് തന്നെയായിരിക്കും എന്ന് നിസ്സംശയം പറയാം.